Thesnim ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ഒരു ചോക്ലേറ്റ് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ളതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അത്ര പോലും പണിയൊന്നുമില്ല. ചോക്ലേറ്റ് ഷൂ, ഈ ചോക്ലേറ്റ് ഷൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ കാര്യം എന്താ വെച്ചാൽ കണ്ണൂരാനുള്ളത്. കൊറോണയ്ക്ക് ആയതുകൊണ്ട് നാട്ടിൽ കുറേ ആയി പോയിട്ട്, അപ്പം ഇനി പോകണം. അപ്പം സിസ്റ്റർ ഒരു ചെറിയ മോനുണ്ട്, ഇഷാൻ. അപ്പോൾ ഇഷാന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യാൻ കാര്യം. എന്തായാലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലതാണ്. അപ്പോൾ മോന് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ വേറെ സിസ്റ്റർ ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ഷൂ ഞാൻ ഒന്നേൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എനിവേ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഫോട്ടോസ് ഇടുന്നുണ്ട് കേട്ടോ. ബാസ്ക്കറ്റുണ്ട്. എൻ്റെ ചോക്ലേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇട്ടിരുന്ന ഫോട്ടോസാണ്. അപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലുള്ള ഇത് കാണുന്ന ഒരു 10-25 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോയത്. അപ്പോൾ ഞാൻ അവിടെ ഒരു മോളിൽ പോയപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ ഇങ്ങനെ സെയിലിന് വെച്ചിരിക്കുകയാണ്. താജ്മഹലുണ്ട്, ഇതേപോലെ ഒരു ഷൂ ഉണ്ട്. അന്ന് ഞാൻ എത്രയാ അത് നോക്കി നിന്നേന്നറിയോ. ഒരുപാട് സമയം. കോഫി മഗ്ഗുണ്ട്, അതേപോലെ പിന്നെ എന്താണ്, ചോക്ലേറ്റ് കപ്പുണ്ട്, സ്പൂണുണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നോക്കും. അയാളോട് കുറേ സംസാരിച്ചു ഇതെന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നോക്കാം. നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ള മിൽക്കാണ്. ഡാർക്കാണോ വൈറ്റാണോ ഏതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് മൈക്രോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹൈ പവറിൽ 30 സെക്കൻഡ് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15, അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 15 സെക്കൻഡ് വീണ്ടും കൊടുക്കുക. ഇനിയിപ്പോൾ മൈക്രോയിലല്ല നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അത് നന്നായി തിളച്ച ശേഷം മുകളിൽ ചോക്ലേറ്റിൻ്റെ ബൗൾ വെക്കുക. പക്ഷെ താഴെ വെക്കുന്ന പാത്രം ചെറുതായിരിക്കണം, മുകളിൽ വെക്കുന്ന പാത്രം വലുതായിരിക്കണം. ആവി അതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ മൈക്രോയിലാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കാവും. 45 സെക്കൻഡ്സ് കറക്റ്റ് ടൈമാണ്. ചോക്ലേറ്റ് മോൾഡ്, ഷൂ മോൾഡ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊക്കെ പിടിച്ച് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി 2 സൈഡിലും. ഈ ഷൂവിലേക്ക് ചോക്ലേറ്റ് വയ്ക്കും. ചോക്ലേറ്റിന് നമുക്കൊരു ക്വാണ്ടിറ്റി ഒന്നും വെച്ചിട്ടില്ല, ഏകദേശം നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിനി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇനി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കവറാവണം.
എല്ലാ ഭാഗത്തും നന്നായിട്ട് കവറായോ നോക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ കവറായോ നോക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കളയാം. എക്സസ് ആയത് ഇങ്ങനെ പിടിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മൾ പോകുന്നതല്ല ഒന്ന് ഇങ്ങനെ ഒരു സ്ക്രീപ്പറോ മറ്റോ വെച്ചിട്ട് കത്തിയോ സ്ക്രീപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളഞ്ഞാൽ മതി. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, അരമണിക്കൂറായി. ഇത് കണ്ടോ, ഒരു ഫോഗ് പോലെ വന്നിട്ട് കണ്ടോ. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാകുമ്പോൾ ആണ് ഇത് സെറ്റായി. പക്ഷേ ഈ ഷൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോട്ടിങ് കൊടുത്താൽ പോരാ, 2-3 കോട്ടിങ് കൊടുത്താലേ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നേരത്തെ പോലെ തന്നെ ഇതുപോലെ എക്സസ് ആയിട്ടുള്ളത് കമഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യണം. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത ഇനി ഇത് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അവസാനം ആകുമ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലുള്ളത് നമ്മളൊരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. 2-3 മണിക്കൂർ വെക്കാം. നമ്മൾ വെച്ചത് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന മോൾഡാണെങ്കിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ചുണ്ട്. ഇത് നമുക്ക് കത്തി കൊണ്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് എടുക്കാം. ഈ ചോക്ലേറ്റ് മോൾഡിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 150, 300 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വരുന്നത്, ഓരോ ഷേപ്പിനനുസരിച്ച്. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെല്ലാം ഇഷ്ടമായില്ലേ, ട്രൈ ചെയ്യൂ. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല രസമാണ്. പലതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഗിറ്റാറിൻ്റെ പോലെയുള്ളതുണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും, അങ്ങനെ വയലിൻ, ഇങ്ങനെ പല ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താജ്മഹൽ അങ്ങനത്തെ മോൾഡുകളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അത് വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല ഭംഗിയായിരിക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്യും.